പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഈശോ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോടുകൂടിയാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. 4000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന് അപ്പവും മീനും വർദ്ധിപ്പിച്ചു നൽകുന്ന ഈശോ ഇവിടെ ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഈ തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. പറയാതെ തന്നെ തൻ്റെ മുന്നിൽ അണിചേർന്ന ജനത്തിൻ്റെ വിശപ്പറിയുന്ന ഈശോ 3 ദിവസം ഈശോയെ കേട്ടുകൊണ്ടിരുന്ന ആ ജനത്തിൻ്റെ വിശപ്പറിഞ്ഞ ഈശോ അവരെ ആ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നില്ല. ഇതാണ് കർത്താവ് ചെയ്യുന്ന വലിയൊരു അത്ഭുതം. പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന കർത്താവിൻ്റെ ആനന്ദമായ സ്നേഹം. സങ്കീർത്തനങ്ങളിൽ 40-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക: ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. നമ്മുടെ ഇല്ലായ്മയിലും നിശബ്ദതയിലും ദാരിദ്ര്യത്തിലും നമ്മൾ പറയാതെ തന്നെ ഇടപെടുന്ന കരുതലിൻ്റെ പേരാണ് ഈശോ. ഏതൊരവസ്ഥയിലും കർത്താവിൻ്റെ കരുതലും സ്നേഹവും നമ്മെ വിട്ടുപിരിയുകയില്ല എന്നതാണ് സത്യം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വലിയൊരു സന്ദേശം ഇതുതന്നെയാണ്: നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു. നിന്റെ ഇല്ലായ്മയിലും ശൂന്യതയിലും എൻ്റെ കരങ്ങൾ നിന്നോടൊപ്പം തന്നെയുണ്ട്. ഈ വലിയ ഉറപ്പ് കർത്താവ് നമുക്കും തരികയാണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അറിയുന്നു. നമ്മുടെ അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.